കറണ്ട് കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന് പിണറായി വിജയന് ഞെളിയാൻ പറ്റിയത് പുറകിൽ നരേന്ദ്രമോദിയുള്ളതുകൊണ്ട് കറങ്ങാൻ പോയിരുന്ന ഇതിനാണ്. ഇപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. എല്ലാ സ്ഥലത്തും നമ്മുടെ കോൺട്രാക്റ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്ന ഐഡിയ അത് പ്രാവർത്തികമാക്കുന്ന ഒരു നരേന്ദ്രമോദി മാജിക് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഒരിക്കൽ മോദിയുടെ ശ്രദ്ധ അതിൽ പതിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. 2 പ്രാന്തന്മാരുണ്ട്, ഒന്ന് ഇറാനും ഒന്ന് അമേരിക്കയും. ഇസ്രായേലിനെ ഞാനത് പറയില്ല, കാരണം ഇസ്രായേലിനൊരു ലക്ഷ്യബോധമാണ്. ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കണക്ക് ഇതൊക്കെ കൊടുക്കുന്ന ഏത് രാഷ്ട്രീയക്കാരനെ ഇതൊക്കെ വകവയ്ക്കാൻ, എല്ലാവർക്കും പോയിൻ്റ് സ്കോർ ചെയ്യുക എന്നുള്ളതല്ലാതെ കാര്യം നടക്കാനായിട്ട് ആരും സഹകരിക്കുകയില്ല. ഈ അനുഭവമുള്ള വീട്ടമ്മമാർ വേറൊരാൾക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുമോ? നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഒരു നമ്മളിപ്പോൾ പറയുമ്പോൾ ഒരു അതിശയോക്തിയൊക്കെ തോന്നുമായിരിക്കും അല്ലേ സർ? കാരണം ഒരു വലിയ കുതിപ്പ്. അദ്ദേഹം ഒരു വളരെ സാധാരണക്കാരിൽ നിന്ന് യാത്ര തുടങ്ങി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി പടിപടിയായി ഈ വലിയ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി, അത് 3 തവണ അടുപ്പിച്ച് ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നൊരു സാഹചര്യം ഇത്രയും വർഷമായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം പോലും എടുത്തു പറയാനില്ല. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഏതാണ്ട് 340-350 സീറ്റ് ഒറ്റയ്ക്ക് BJPക്കോ അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് കിട്ടുമെന്നാണ് നാഷൻ്റെ മൂഡ്. എങ്ങനെ തോന്നുന്നു? ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സൽഭരണം എന്നൊക്കെ പറയുമല്ലോ, ഏകദേശം ആ രീതിയിൽ തന്നെ വിശേഷിപ്പിക്കാം മോദിയുടെ ടേമിനെ. ഞാൻ പറയാം, ഞാൻ കൊച്ചിയിൽ താമസിക്കുന്ന ആളാണ്. ഒരു കാലത്ത് ഞാൻ ഗ്യാസ് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് ഏജൻസിയിൽ പോയിട്ട് സിലിണ്ടർ വാങ്ങി ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവരികയാണ്. വീട്ടിൽ ഡെലിവറി ഇല്ല. ഡെലിവറി ചെയ്യും, അവർക്ക് തോന്നുന്ന പോലെ ആയിരിക്കും. നമ്മുടെ സിലിണ്ടർ തീർന്നു എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവരുമൊന്നുമില്ല. അപ്പോൾ ആളുകൾ ഗ്യാസ് ഏജൻസിയിൽ പോകും. അവിടെ ലോറി വരും. ലോറിയിൽ നിന്ന് സിലിണ്ടർ എടുത്ത് നിലത്തേക്കിടും. മണ്ണാണ്, സിലിണ്ടറിന് കുഴപ്പമൊന്നും പറ്റില്ല. നമ്മൾ മാറി ഇങ്ങനെ നിൽക്കും. ഒരു സിലിണ്ടർ താഴെ വീണ് കഴിയുമ്പോൾ ഓടിച്ചെന്ന് നമ്മൾ വലിച്ചെടുക്കണം. എന്നിട്ട് അതും കൊണ്ട് കൗണ്ടറിൻ്റെ അവിടെ പോയിട്ട് എനിക്ക് സിലിണ്ടർ പൈസ കൊടുത്തിട്ട് ഓട്ടോറിക്ഷയെ കയറ്റി വീട്ടിൽ വരും. ഇടയ്ക്കിടയ്ക്ക് എവിടെയോ പണിമുടക്കാണ്. ഉദയംപേരൂർ റീഫില്ലിംഗ് സ്റ്റേഷനിൽ പണിമുടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാസ് ഇല്ലാതെ കിടക്കും 2-3 ആഴ്ച. ഇതൊക്കെയായിരുന്നു സ്ഥിതി. ഈ മനുഷ്യൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത് നേരെ തിരിഞ്ഞു. ബുക്ക് ചെയ്താൽ 3-ാം പക്കം സിലിണ്ടർ വരും. വല്ലപ്പോഴും ഒരിക്കൽ 4-ാം തീയതി 5-ാം തീയതി സിലിണ്ടർ വരും. നൗ യു ടെൽ മീ, ഈ അനുഭവമുള്ള വീട്ടമ്മമാർ വേറൊരാൾക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുമോ? ഇല്ല. കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഇപ്പോഴാണ് കാര്യങ്ങളൊന്ന് നേരെയായത്. കറണ്ട് പോയിക്കൊണ്ടിരുന്നു. തോന്നുമ്പോൾ പോവും. എപ്പോൾ വരുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇപ്പോൾ കറണ്ട് കട്ടില്ലാത്ത 10 വർഷം പിണറായി വിജയൻ ചെണ്ടയടിച്ചു. ഈ കറണ്ട് കൊടുത്തതാരാ? ഇങ്ങനെ ഉണ്ടാക്കിയതൊന്നും അല്ല. കേരളത്തിൽ കറണ്ട് ഒന്നും ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്ന കറണ്ട് നമ്മുടെ 25 ദിവസത്തേക്ക് നമുക്ക് തികയില്ല, ഇടുക്കി അടക്കം. ദെൻ ഹൂ പ്രൊവൈഡഡ് യു ഇലക്ട്രിസിറ്റി? ഒരു ഗ്രിഡ്, കംപ്ലീറ്റ് ഭാരതത്തെ കണക്ട് ചെയ്ത് ഒരു ഗ്രിഡ് ഉണ്ടാക്കി, ആ ഗ്രിഡിലേക്ക് എല്ലാ സ്ഥലത്തു നിന്നും സപ്ലൈ ചെയ്ത്, ആ ഗ്രിഡിലെ കറണ്ട് അപ്പോഴത്തെ വിലയ്ക്ക് വാങ്ങാൻ. നിങ്ങൾക്ക് ഗ്രിഡിലേക്ക് കറണ്ട് വിൽക്കാം, ഗ്രിഡിൽ നിന്ന് കറണ്ട് വാങ്ങാം. അങ്ങനെ KSEB ഏകദേശം 4000 കോടി, എനിക്ക് തോന്നുന്നു അന്ന് KSEB MD ഡോക്ടർ B അശോകായിരുന്നു. അദ്ദേഹം ഒരു ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു, അറൗണ്ട് 4000 crores നമ്മുടെ കറണ്ട് വിറ്റ് നമ്മളുണ്ടാക്കി. കാരണം മഴക്കാലത്ത് നമ്മുടെ ഡാമെല്ലാം ഫുള്ളാണ്. ഫുൾ കപ്പാസിറ്റിയിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് നമുക്ക് വിൽക്കാൻ പറ്റും. കൺസംഷൻ കുറവാണ്, പ്രൊഡക്ഷൻ കൂടുതലാണ്. നമ്മൾ വിറ്റിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കണം. ഇലക്ട്രിസിറ്റി മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് പോലെ അതിൽ സമർത്ഥമായിട്ട് കളിക്കുക. ഏറ്റവും വില കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ കരാർ എഴുതുക. ഇത് ബക്കറ്റിൽ കോരിക്കൊണ്ട് വരുന്നതല്ലല്ലോ ഇലക്ട്രിസിറ്റി. നിങ്ങൾ കരാർ ചെയ്യുക, ഇന്ന മൊമെൻറ്റിൽ നിങ്ങൾ കരാറുക, അടുത്തൊരു മാസത്തേക്ക് ഈ റേറ്റിൽ ഞാൻ. അപ്പോൾ അങ്ങനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമ്പ്രദായം കൊണ്ടുവന്നു.
സോ ഇത് കൊണ്ടുവരണമെങ്കിൽ ആംപിൾ ഇലക്ട്രിസിറ്റി ജനറേഷൻ വേണം. അതിൽ ശ്രദ്ധ കൊടുത്തു. അങ്ങനെ നമ്മൾ ഏകദേശം നമുക്ക് വേണ്ട ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. ഇപ്പോൾ മോദി ശ്രദ്ധിക്കുന്നത് സോളാറിലാണ്. സോളാർ ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞാൽ ഇപ്പം മറ്റ് കൺവെൻഷണൽ ആയിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഡീസൽ, ഗ്യാസ്, കോൾ, വാട്ടർ, ഈ 4 ടൈപ്പ് ജനറേഷനുണ്ട്. ഇവർക്കിപ്പോൾ പേടിയാണ്. കാരണം കംപ്ലീറ്റ് ആൾക്കാർ സോളാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ആര് വാങ്ങും? നമ്മുടെ കമ്പനി പൂട്ടിപ്പോകും. അല്ല, അതല്ല, വലിയ ഇൻഡസ്ട്രിക്കൊക്കെ നിങ്ങളുടെ ഇത് വേണ്ടി വരും. എത്ര സോളാറിൻ്റെ കപ്പാസിറ്റിക്ക് ഒരു ഇതുണ്ടല്ല, ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. പുരപ്പുറ സോളാർ എന്നൊക്കെ പറഞ്ഞ് ശരി, ഒരു പുരയുടെ പുറത്ത് സോളാർ വെച്ചു, എത്ര കറണ്ട് ഉണ്ടാവാനാണ്? അത് പൊളിച്ചു കളഞ്ഞത് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടാണ്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, സിയാൽ. അവർ ഏക്കർ കണക്കിന് അങ്ങോട്ട് സോളാർ വെച്ചു. ആൻഡ് ദ ഹോൾ എയർപോർട്ട് ഈസ് ഫെഡ് ബൈ ദിസ് ദെയർ സോളാർ ഇൻസ്റ്റലേഷൻ. അവർ KSEBിയുടെ സൗജന്യം വേണ്ട. അപ്പോൾ വീണ്ടും പാനിക്കായി. ഇത്ര വലിയ ഇൻസ്റ്റലേഷൻ ഇവർ ചെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും? കൂടെ എൻ്റെ അധ്യാപകനായിരുന്നു അദ്ദേഹം, ഡോക്ടർ RVG മേനോൻ, തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം കേരള സർക്കാരിനോട് പറഞ്ഞു, എത്ര വർഷമെന്നറിയാമോ ആ മനുഷ്യൻ പറയുന്നു, കേൾക്കുന്നില്ല. അപ്പം നമ്മുടെ ഡാമുകളിലൊരു കുഴപ്പമുണ്ട്. ഈ വേനൽക്കാലത്ത് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, ആവിയായി പോകും. അല്ലാതെ തന്നെ ലെവൽ കുറയും, കാരണം ഒഴുകി വരുന്ന വെള്ളം കുറവാണ്. ഇതുകൂടാതെ ഇവാപ്പറേഷൻ റേറ്റ് കൂടും നല്ല ചൂടുള്ളപ്പോൾ. അപ്പോൾ ഇതിൽ ഈ വലിയ റിസർവോയറാണില്ല, ആ റിസർവോയറിൽ ഫ്ലോട്ടിംഗ് സോളാർ നിങ്ങൾക്ക് വെള്ളത്തിൽ പൊക്കിയിടാം, അത് ഫ്ലോട്ട് ചെയ്തോളും. അതിൽ നിന്ന് എനർജി ജനറേറ്റ് ചെയ്യും. ഈ സോളാർ പാനൽ കിടക്കുന്നതുകൊണ്ട് ഇവാപ്പറേഷൻ വളരെ കുറയും, ടു ദ ട്യൂൺ ഓഫ് 10 or 15%. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടെ ഇവാപ്പറേഷനുള്ളൂ, ബാക്കി ഇത് കവർ ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ റിസർവോയലിനെ ഒരു പന്തലിട്ട് നമ്മൾ തണൽ കൊടുത്ത പോലെ. അതേസമയം ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു, വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ കിടക്കുന്ന സോളാറിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നു. ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കണക്ക് ഇതൊക്കെ കൊടുത്ത് ഏത് രാഷ്ട്രീയക്കാരനെ ഇതൊക്കെ വകവയ്ക്കാനാണ്? എല്ലാവർക്കും പോയിൻ്റ് സ്കോർ ചെയ്യുക എന്നുള്ളതല്ലാതെ കാര്യം നടക്കാനായിട്ട് ആരും സഹകരിക്കുകയില്ല. ബട്ട് എനിക്കിപ്പോഴും അദ്ദേഹം അന്ന് സബ്മിറ്റ് ചെയ്ത് RVG മേനോൻ ഇസ് നോട്ട് എ സ്മോൾ ഫ്രൈ. ഈ നമ്മളുടെ സൗരോർജ്ജ സംഭരണം, അതിലാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് തന്നെ, സൗരോർജ്ജത്തിലാണ്. ബട്ട് സാറ് പറയുന്നത് കേൾക്കാൻ ആളില്ല. നമ്മളുടെ മെട്രോമാൻ ശ്രീധരനെ പോലെയാണ് ഡോക്ടർ RVG മേനോൻ. ശ്രീധരൻ എത്രയോ നല്ല കാര്യങ്ങൾ പറയുന്നു, കേൾക്കാൻ ആളില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്ന ഐഡിയ അത് പ്രാവർത്തികമാക്കുന്ന ഒരു നരേന്ദ്രമോദി മാജിക് ഉണ്ടല്ലോ. ഇപ്പോൾ ഗുജറാത്തിൽ നമ്മൾ കണ്ടില്ലേ, നർമ്മദ അണക്കെട്ട് തന്നെ അങ്ങ്. അതുകൊണ്ടാണ് ഈ നരേന്ദ്രമോദിയെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ശ്രീധരൻ ഓഫ് കോഴ്സ് നരേന്ദ്രമോദിക്ക് അറിയാവുന്നതാണ്. മേനോൻ സാറിനെ മോദിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഒരിക്കൽ മോദിയുടെ ശ്രദ്ധ അതിൽ പതിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇലക്ട്രിസിറ്റി സർപ്ലസ് ആയിട്ട് നമ്മളെ മാറും. എനിവേ, ഈ കറണ്ട് കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന് പിണറായി വിജയന് ഞെളിയാൻ പറ്റിയത് പുറകിൽ നരേന്ദ്രമോദി ഉള്ളതുകൊണ്ടാണ്. ഇപ്പോഴും നോക്കൂ, ഈ ഹോർമൂസ് കടലിടുക്കിൽ വലിയ പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ നമ്മുടെ ഗ്യാസ് മുടങ്ങിയോ? ഇല്ല. കുക്കിംഗ് ഗ്യാസ് മുടങ്ങിയിട്ടില്ല. മറ്റേ കൊമേർഷ്യൽ ഗ്യാസ് കുറച്ച് ടൈറ്റായി, വില കൂടി. കുക്കിംഗ് ഗ്യാസിൻ്റെയും വില കൂടി. കുക്കിംഗ് ഗ്യാസിൻ്റെ വില ഇനിയും കൂടും കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. കുക്കിംഗ് ഗ്യാസ് ഒരു 1000-1200 രൂപ, പെട്രോൾ ഒരു 120 രൂപയൊക്കെ പോയെന്ന് വരും. കാരണം ആ രീതിയിലാണ് അവിടെ നടക്കുന്ന അടി. ആ 2 പ്രാന്തന്മാരുണ്ടല്ലോ, ഒന്ന് ഇറാനും ഒന്ന് അമേരിക്കയും. ഇസ്രായേലിനെ ഞാനത് പറയില്ല, കാരണം ഇസ്രായേലിനൊരു ഒരു ലക്ഷ്യബോധമുണ്ട്, എവിടെ കൊണ്ടുപോയി, എവിടെ തുടങ്ങണം, എവിടെ തീർക്കണം എന്നൊക്കെ. മറ്റേ 2 പേരും ശുദ്ധഭ്രാന്തന്മാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുക. അത് പെട്ടെന്നൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. ബട്ട് ഇമ്മീഡിയറ്റ് ഒരു ഓൾട്ടർനേറ്റീവ് മോദിയുടെ കയ്യിലുണ്ടായിരുന്നു. 21 രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ഫ്യൂവൽ ശേഖരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 47 രാജ്യങ്ങളാണ്. ഈ 47 സ്ഥലത്ത് പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണ്? 21 കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് 47 കടയിലേക്ക് മാറണമെങ്കിൽ സാധാരണ ഇതിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ്, ഒരു ചെറിയ ഫാക്ടറി നമ്മൾ നടത്തുന്നു,
21 സ്ഥലത്തു നിന്ന് 21 സാധനങ്ങൾ വാങ്ങിച്ച് അസംബിൾ ചെയ്ത് പോകുന്നു. ഇത് 21 പ്രധാനപ്പെട്ട 1-2 നിന്നു പോകുന്നു. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കൂടുതൽ ആൾക്കാരെ കോണ്ടാക്ട് സമയമെടുക്കും. ഇത് ഒരു സമയമെടുത്തില്ല, സ്മൂത്തായിട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു 47 ആക്കി. അതിന് കാരണം ഇദ്ദേഹം ഈ വാല് ബന്ധ പട്ടിയെ പോലെ രാജ്യങ്ങൾ മുഴുവൻ കറങ്ങണം. അന്ന് ഞാനും നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞ കൂട്ടത്തിലാണ്. എന്തൊരു പോക്കാണ് അപ്പോൾ ഇത്. 5 ദിവസം കൊണ്ട് 8 രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. ഇങ്ങേർക്ക് ഈ ഫോറിന് പോക്കൊരു ദൗർബല്യമാണ്. കൂടെ കൂടെ ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും എടുത്തുകൊണ്ട് കറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയും. കറങ്ങാൻ പോയിരുന്നത് ഇതിനാണ്. ഇപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. എല്ലാ സ്ഥലത്തും നമ്മുടെ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരാൾ പറയും ഇന്ത്യക്ക് തരാനും മാത്രം ഫ്യൂലൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലപ്പാ, 1-2 ടാങ്കർ നിറയ്ക്കുക മതി ചേട്ടാ, 2 ടാങ്കറെങ്കിൽ 2 ടാങ്കർ. നമുക്ക് ഏതായാലും കരാർ എഴുതുകയല്ലേ, പല കാര്യങ്ങൾ പല കച്ചവടങ്ങളുണ്ട്, അതിൻ്റെ കൂടെ ഓയിലും ഇട്ടോ, ക്രൂഡ് ഓയിലും കിടന്നോട്ടെ. ഇപ്പം ആ 2 ടാങ്കർ ചേട്ടോ നമ്മുടെ പഴയ അതുകൊണ്ട് അത് ഞാൻ തരാം. അല്ല, അത് ആ ദീർഘവീക്ഷണമാണ് ആ സമയത്ത് അല്ലേ. ഈ പശ്ചിമേഷ്യ ഇഷ്യൂ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ രീതിയിലുള്ള കരാറുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ 90% ഓഫ് അവർ ഫ്യൂവൽ റിക്വയർമെൻറ്റ് പുറത്തുനിന്നാണ്. അതുകൊണ്ട് എങ്ങനെയും നമുക്കിത് ഡൈവേഴ്സിഫൈ ചെയ്തേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു രാജ്യത്തെ ഡിപ്പെൻഡ്, ആ രാജ്യം മുങ്ങിപ്പോയെന്ന് വെച്ചോ കടലിൽ, നമുക്ക് മുങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓൾട്ടർനേറ്റ് വർക്കൗട്ട് ചെയ്ത് നേരത്തെ തന്നെ വെച്ചതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ ട്രാൻസ്പോർട്ട് ഫ്രൈറ്റൊക്കെ കൂടുമല്ലോ, അതനുസരിച്ച് സാധനത്തിൻ്റെ വില കൂടി. ആ വില പാർഷ്യലി നമ്മളും കൂടെ സഹിച്ചേ പറ്റുള്ളൂ.